ICC റാങ്കിങ്ങിൽ സഞ്ജു സാംസണിന് വൻ കുതിപ്പാണ്. 18 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 22ാം റാങ്കിലെത്തി. ലോകകപ്പിന് മുൻപ് വൻ തകർച്ച നേരിട്ട സ്ഥാനത്ത് നിന്നാണ് വെറും 5 ഇന്നിംഗ്സുകൾ കൊണ്ട് സഞ്ജുവിന്റെ കുതിപ്പ്. ഇഷാൻ കിഷൻ 2ാം റാങ്കിലേക്കും എത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതാണ് സഞ്ജു റാങ്കിങ്ങിൽ മുന്നോട്ട് എത്തും എന്നുള്ളത്. എന്തായാലും വൻ കുതിപ്പ് തന്നെയാണ്. ഈ വേൾഡ് കപ്പ് നടക്കുന്നതിന് ഇടയിൽ തന്നെ റാങ്കിൽ മെച്ചപ്പെട്ടിരുന്നു. 40ാം സ്ഥാനത്താണ് എത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്രയധികം സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് സഞ്ജു നമുക്ക് തരുന്നത് വലിയ വലിയ സന്തോഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു സന്തോഷത്തെ എങ്ങനെ നോക്കിക്കാണാം? സ്വാതി, തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ലോക കിരീടത്തിന് തൊട്ടു പിന്നാലെയാണ് സഞ്ജു റാങ്കിങ്ങിലും ഒരു വലിയ കുതിപ്പ് നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ന്യൂസിലൻഡ് സീരീസിൽ സഞ്ജു മോശം പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ റാങ്കിങ്ങിൽ വളരെ താഴേക്ക് പോവുകയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദ്ദേഹം ഒരു ഫോം കണ്ടെത്താത്ത ഒരു കാര്യത്തിൽ 65 എന്ന് പറയുന്ന റാങ്കിങ്ങിലേക്ക് അദ്ദേഹം വീഴുകയും ചെയ്തു. പക്ഷേ കേവലം 5 മത്സരങ്ങൾ കൊണ്ടാണ് സഞ്ജു ഒരു വൻ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത്. ലോകകപ്പിലെ ആദ്യ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം കഴിഞ്ഞ് വന്ന ICC റാങ്കിങ്ങിൽ സഞ്ജു 25 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 65-ൽ നിന്ന് 40-ലേക്ക് ഉയർന്നു. അതിനുശേഷമാണ് സെമി ഫൈനലിലും ഫൈനലിലും സഞ്ജു വിജയശില്പിയാവുന്നതും മനോഹരമായ 2 ഇന്നിംഗ്സുകൾ കളിക്കുകയും അതിനോടൊപ്പം തന്നെ ലോകകപ്പിലെ താരമാവുകയും ചെയ്യുന്നത്. അതിനുശേഷം നടന്ന ആ 2 മത്സരങ്ങളുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഞ്ജു 22 എന്ന് പറയുന്ന റാങ്കിങ്ങിൽ എത്തിയത്. അത് 40-ൽ നിന്ന് 18 റാങ്കുകൾ മെച്ചപ്പെടുത്തിയാണ് 22-ലേക്ക് എത്തിയത്. എന്തായാലും നേരത്തെ തന്നെ സഞ്ജുവിന് ഒരു കുതിപ്പുണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് നോക്കൌട്ട് റൗണ്ടുകളിൽ നേടുന്ന റൺസിന് പോയിന്റിൽ ഒരല്പം കൂടുതൽ പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളൊരു ആദ്യ 10-ലേക്കൊക്കെ എത്തുമെന്നാണ് കരുതിയത്. പക്ഷേ 22-ലേക്കാണ് എത്തിയത്. എന്തായാലും അത് വലിയൊരു സന്തോഷം പകരുന്ന കാര്യമാണ്. മാത്രമല്ല സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിംഗ് പോയിന്റാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് 17 റാങ്ക് വരെ എത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച റാങ്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ലോകകപ്പിന് ശേഷമുള്ള ഇന്ന് പുറത്തുവിട്ട ICC റാങ്കിങ്ങിലുള്ളതാണ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയ സന്തോഷം പകരുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇനി ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യക്ക് ഒരു T20 പരമ്പരയുള്ളത്. അത് ജൂലൈ മാസത്തിൽ മാത്രമേ ഉള്ളൂ. അതുവരെ ഇനി മറ്റു മത്സരങ്ങളില്ല. ആ മത്സരങ്ങളിലൂടെ എത്തുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇംഗ്ലണ്ട് പരമ്പര അത്ര സുഖകരമായ ഓർമ്മയായിരുന്നില്ല. അതിനുകൂടിയുള്ള ഒരു മധുര പ്രതികാരം കൂടി അദ്ദേഹം വീട്ടുകയാണെങ്കിൽ തീർച്ചയായും ആദ്യ 10-ലേക്കും അവിടെ നിന്ന് 1ാം റാങ്കിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇഷാൻ കിഷനും 2 സ്ഥാനം മെച്ചപ്പെടുത്തി 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് തുടരുന്ന ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയുമായി കേവലം 4 പോയിന്റിന് വ്യത്യാസം മാത്രമാണ് ഇഷാൻ കിഷന് ഉള്ളത്. അപ്പോൾ അടുത്തൊരു ടൂർണമെന്റ് വരുമ്പോൾ ഒരുപക്ഷേ അഭിഷേകിനെ പിന്തള്ളി ഇഷാൻ കിഷൻ മുമ്പിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇഷാനും സഞ്ജുവിനെ പോലെ തന്നെ സമാനമായ രീതിയിൽ റാങ്കിങ്ങിൽ ഏറെ പിന്നിലുണ്ടായതിനു ശേഷം ന്യൂസിലൻഡ് പരമ്പരയും ലോകകപ്പിന് ശേഷമാണ് മുന്നിലേക്ക് കുതിച്ചിരിക്കുന്നത്. ബോളിംഗിൽ വരുമ്പോൾ വരുൺ ചക്രവർത്തിക്ക് 1ാം സ്ഥാനം നഷ്ടമായി എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള നിരാശ. എന്നിരുന്നാൽ പോലും ടീമുകളുടെ റാങ്കിങ്ങിൽ ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും 1ാമത്. സ്വാതി, മനീഷ്, അതാണ് ഈ പല താരങ്ങൾക്കും തലവര മാറ്റുന്ന ഒരു വേൾഡ് കപ്പായി, ലോകകപ്പ് മത്സരമായി ഇത്തവണത്തേത് എന്നുള്ളതാണ്. ഇപ്പോൾ സഞ്ജു മാത്രമല്ല, ഇഷാൻ കിഷന്റെ അടക്കം കാര്യങ്ങളാണെങ്കിലും 2ാം സ്ഥാനത്തേക്കാണ് ഇഷാൻ കിഷൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ വരുന്ന ഇംഗ്ലണ്ട് പരമ്പര അടക്കം ഉള്ള വരുന്ന മത്സരങ്ങളിലേക്കൊക്കെ ഈ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് എത്രമാത്രം വലിയ മാനദണ്ഡമായിരിക്കും? സഞ്ജു ഒക്കെ ഇനി എന്തായാലും ഒരു അവിഭാജ്യ ഘടകമായി തന്നെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടാകില്ലേ? സ്വാതി, തീർച്ചയായും നിലവിൽ ലോക കിരീടം നേടിയ ടീമിനെ തന്നെയായിരിക്കും ഇന്ത്യ തുടർന്നുള്ള പരമ്പരകളിലും പരീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. ഒളിമ്പിക്സിൽ മത്സരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത. അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ള ഇഷാൻ കിഷൻ 1ാമതിലേക്ക് എത്താനും അല്ലെങ്കിൽ സഞ്ജു ആദ്യ 10-ലേക്ക് എത്താനും ഒക്കെ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷാൻ കിഷൻ്റെ ഒരു യാത്രയും സഞ്ജുവിനും സമാനമായ രീതിയിലാണ്. കഴിഞ്ഞ 3 വർഷമായി ഇഷാൻ T20 ക്രിക്കറ്റ് ടീമിൽ, അതായത് ഇന്ത്യയുടെ T20 ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമേ ആയിരുന്നില്ല. അദ്ദേഹം അതിനുശേഷമാണ് ന്യൂസിലൻഡ് പരമ്പരയിൽ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുന്നതും അവസരത്തിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുകയും സെഞ്ചുറികളടക്കം നേടുകയും ചെയ്യുന്നത്. അങ്ങനെ T20 ലോകകപ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു മികച്ച ഒരു മുന്നേറ്റം അദ്ദേഹം റാങ്കിങ്ങിൽ നടത്തുന്നു. തുടർന്ന് ലോകകപ്പിലും ആ പ്രകടനം തുടർന്നതോടെയാണ് ആദ്യ 10-ലും അവിടെ നിന്ന് 2ാം സ്ഥാനത്തേക്കും എത്തിയിരിക്കുന്നത്. 1ാം സ്ഥാനത്തുള്ള നമ്മൾ ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അഭിഷേക് ശർമ്മ ഫൈനലിൽ മാത്രമാണ് ഈ അടുത്ത സമയത്ത് മികച്ചൊരു പ്രകടനം നടത്തിയത്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം 1ാം റാങ്കിങ്ങിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ലോകകപ്പിൽ മറ്റ് മത്സരങ്ങളിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പോയിന്റ് അത്ര വലുതായിരുന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 1ാം റാങ്കിൽ തുടരുന്നത്. എന്തായാലും ഇംഗ്ലണ്ടിനെതിരായുള്ള പരമ്പരയ്ക്ക് മുമ്പ് മറ്റ് രാജ്യങ്ങൾക്ക് പല മത്സരങ്ങളുണ്ട്. അതൊരു പക്ഷേ റാങ്കിങ്ങിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നേക്കെങ്കിൽ പോലും ഇംഗ്ലണ്ടിനെതിരായുള്ള പരമ്പര തുടങ്ങുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ തന്നെ ആദ്യ 1-ലേക്കും അല്ലെങ്കിൽ അത് തന്നെയാണ് ഈ ഒരു മത്സരം. വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് ഇരുന്ന സ്ഥാനത്തല്ല താരങ്ങളെല്ലാം, അവരെല്ലാം മുന്നോട്ട് എത്തി. സഞ്ജു വലിയ കുതിപ്പ് നടത്തി. മലയാളികൾക്കൊക്കെ ഏറെ സന്തോഷം പകരുന്ന കാര്യം എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് മനീഷ് നൽകിയത്.